സമന്ത. സമന്ത ഒരു പാതി മലയാളിയാണ്. സമന്തയുടെ അമ്മ ആലപ്പുഴയിൽ നിന്നുള്ള മലയാളിയാണ്. തെലുങ്ക് വംശജനാണ് പിതാവ്. കുടുംബത്തിലെ ഏറ്റവും ഇളയ കുട്ടിയായി ജനിച്ച സമന്ത തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ് തന്റെ കുട്ടിക്കാലം ചെലവഴിച്ചത്. കരിയറിന്റെ ആദ്യകാലത്ത് മലയാള ചിത്രങ്ങളിൽ അഭിനയിക്കാനായി അവർ ഓഡീഷനുകളിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. എന്നാൽ എന്തുകൊണ്ടോ മികച്ച അവസരങ്ങൾ ലഭിക്കാത്തത് മൂലം അവർ മറ്റു ഭാഷകളിലേക്ക് ചുവടുമാറുകയായിരുന്നു. തൃഷ കൃഷ്ണൻ. തമിഴ് താരം തൃഷ കൃഷ്ണനും ഒരു മലയാളിയാണ്. തൃഷയുടെ അച്ഛൻ മൂവാറ്റുപുഴ സ്വദേശിയാണ്, അമ്മ കൽപ്പാത്തിയും. തൃഷ ജനിച്ചതും വളർന്നതുമെല്ലാം ചെന്നൈയിലാണ്. അമ്മയ്ക്കും അച്ഛനും മലയാളം അറിയാം, എന്നാൽ എനിക്ക് മലയാളം സംസാരിക്കാൻ അറിയില്ല. പറയുന്നത് കേട്ടാലും മനസ്സിലാവും. ഞങ്ങൾ ചെന്നൈയിൽ സ്ഥിരതാമസമാണെങ്കിലും കേരളവുമായി വളരെ അടുത്ത ബന്ധമാണുള്ളത്. ഓണം, വിഷു എന്നിങ്ങനെ എല്ലാ ആഘോഷവും ചെന്നൈയിലെ വീട്ടിൽ ആഘോഷിക്കാറുണ്ട്, തൃഷ പറയുന്നു. കോവൈ സരള. തമിഴിൽ കോമഡി റോളുകളിൽ തിളങ്ങി നിൽക്കുന്ന കോവൈ സരള ഒരു മലയാളിയാണെന്ന് എത്ര പേർക്കറിയാം? അതെ, തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ ഒരു മലയാളി കുടുംബത്തിലാണ് കോവൈ സരള ജനിച്ചത്. നന്നായി മലയാളം സംസാരിക്കുന്ന ഇവർ നാട്ടിൽ തൃശൂർ ഒല്ലൂർ സ്വദേശിനിയാണ്. ഏതാനും മലയാള സിനിമകളിലും ഇവർ മികച്ച റോളുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നിറം, കേരള ഹൗസ്, ഉടൻ വിൽപ്പനയ്ക്ക് തുടങ്ങിയ ചിത്രങ്ങളിലെ റോളുകൾ ഇപ്പോഴും മലയാളി മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്നവയായിരുന്നു. ആര്യ. തമിഴിലെ യുവനടന്മാരിൽ ശ്രദ്ധേയനാണ് ആര്യ എന്ന പേരിൽ അറിയപ്പെടുന്ന ജംഷാദ്. 1980 ഡിസംബർ 11 കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂരിൽ ജനിച്ച ജംഷാദ് എന്ന ആര്യ 2005 ഉള്ളം കേക്കുമേ എന്ന ചിത്രത്തിലൂടെ തമിഴകത്ത് അരങ്ങേറ്റം കുറിച്ചു. ഈ സിനിമയിൽ തന്നെയാണ് മലയാളി നടി അസിൻ തോട്ടിങ്കൽ തമിഴിൽ ഇറങ്ങിയിരുന്നത്. പിന്നീട് അങ്ങോട്ട് തമിഴകത്ത് ചൂടുറപ്പിക്കുകയായിരുന്നു ആര്യ. ധ്രുവ് വിക്രം. വിക്രത്തിന്റെ മകനായ ധ്രുവും ഒരു പാതി മലയാളിയാണ്. ധ്രുവിന്റെ അമ്മയും വിക്രത്തിന്റെ ഭാര്യയുമായ ശൈലജ ബാലകൃഷ്ണൻ ഒരു മലയാളിയാണ്. 1992 ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് വിക്രത്തിന്റെയും ശൈലജയുടെയും വിവാഹം നടക്കുന്നത്. നിലവിൽ അവർ ചെന്നൈയിലെ ഒരു പ്രമുഖ വിദ്യാലയത്തിൽ സൈക്കോളജി അധ്യാപികയായി ജോലി ചെയ്യുന്നു. ഇതിനിടെ ധ്രുവ് മലയാളിയെ അനുപമയായ പ്രണയത്തിലാണെന്ന് വാർത്തകളും വന്നിരുന്നു. MGR എന്ന MG രാമചന്ദ്രൻ. തമിഴ് സിനിമയിലെ പ്രമുഖ നടന്മാരിൽ ഒരാളും 1977 മുതൽ തന്റെ മരണം വരെ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയുമായിരുന്ന MGRും ഒരു മലയാളിയായിരുന്നു. പാലക്കാടിനടുത്ത് വടവന്നൂരുള്ള കുടുംബത്തിൽ നിന്ന് MGRന്റെ മുത്തച്ഛൻ ശ്രീലങ്കയിലേക്ക് താമസം മാറ്റുകയായിരുന്നു. പിതാവിന്റെ മരണശേഷം ദാരിദ്ര്യം കാരണം MGRന് തുടർന്ന് പഠിക്കാൻ സാധിക്കാതെ വരികയും കേരളത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. പിന്നീട് സാഹചര്യങ്ങൾ മൂലം തമിഴ്നാട്ടിലേക്ക് മാറി താമസിച്ചു. സ്കൂളിൽ പഠിക്കവേ ഒറിജിനൽ ബോയ്സ് എന്ന നാടക സംഘത്തിൽ ചേർന്ന MGR പിന്നീട് തമിഴ് സിനിമയിൽ ചൂടുറപ്പിച്ചു. ശേഷം തമിഴ്നാടിന്റെ ദീർഘകാലത്തെ മുഖ്യമന്ത്രിയുമായി മാറി ഈ മലയാളി. അസിൻ. തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട നടിയാണ് അസിൻ. കേരളത്തിൽ ജനിച്ച അസിൻ മലയാളത്തിന് പുറമെ തമിഴിലും ഹിന്ദിയിലും തെലുങ്കിലും അഭിനയിച്ചിട്ടുണ്ട്. 2001 സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക എന്ന സിനിമയിൽ കുഞ്ചാക്കോ ബോബനോടൊപ്പം അഭിനയിക്കുമ്പോൾ അസിന്റെ പ്രായം വെറും 15 വയസ്സ് മാത്രമായിരുന്നു. അസിന്റെ ആദ്യ സിനിമയായിരുന്നു അത്. പിന്നീട് തമിഴിലും തെലുങ്കിലുമായി അസിൻ തിളങ്ങി. അസിൻ തോട്ടങ്ങൾ എന്നാണ് താരത്തിന്റെ ആദ്യ പേര്. അസിൻ മേരി എന്ന പേര് കൂടി താരത്തിനുണ്ട്. കൊച്ചിയിലെ സെന്റ് തെരാസസ് കോളേജിൽ നിന്ന് ബിരുദം നേടിയ അസിൻ പിന്നീട് കുടുംബത്തോടൊപ്പം ചെന്നൈയിലേക്ക് താമസം മാറ്റുകയായിരുന്നു. കേരളം വിട്ടിട്ടും നന്നായി മലയാളം പറയുന്ന ഒരു നടി കൂടിയാണ് അസിൻ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.